വണ്ടി കിട്ടിയിട്ട് ഏകദേശം ഒരാഴ്ചയായി. കേക്ക് പിങ്ക്, അമ്മയ്ക്ക് ഇവിടെ പ്രസന്റ് കിട്ടിയ ഡ്രസ് പിങ്ക്, ബർത്ത്ഡേ ഗേൾ റെഡിയാണ്. ഹായ്, ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ടു രാജേഷ് അബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഈ എപ്പിസോഡ് 2 സന്തോഷങ്ങളെക്കുറിച്ചാണ് ഞങ്ങളുടെ കുടുംബത്തിന്. അതുകൊണ്ടാണ് ഈ എപ്പിസോഡിന് ഇരട്ടി മധുരം അല്ലെങ്കിൽ ഡബിൾ ഡിലൈറ്റ് എന്ന് പേരിട്ടിരിക്കുന്നത്. ഒന്നിതാ നേരെ ബാക്കിലുള്ള ഈ വണ്ടി ഞാൻ വാങ്ങിച്ചല്ല കേട്ടോ, എൻ്റെ മോൻ വാങ്ങിച്ചതാണ്. അതുകൊണ്ടാണ് ഒരുപാട് സന്തോഷം. അവൻ 4-5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. ആദ്യം ഒരു ബുള്ളറ്റ് ബൈക്ക് സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചു. അതിനുശേഷം അവൻ സ്വന്തമായിട്ട് ഒരു ഇൻ്റർസെപ്റ്റർ വാങ്ങിച്ചു. ആ ബൈക്ക് കൊടുത്തിട്ട് ഇപ്പോൾ ഇതേ ഈ വണ്ടിയിലെത്തി നിൽക്കുന്നു. അപ്പോൾ പേരൻസ് എന്ന നിലയ്ക്കും എൻ്റെ അച്ഛനമ്മയ്ക്കും അവൻ്റെ ഗ്രാൻഡ് പേരൻസിനും ഏറ്റവും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റാണ്. പക്ഷേ ഈ വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ അവനവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ എപ്പിസോഡിലൂടെ അത് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ സെലിബ്രേഷൻ അതെന്താണെന്നല്ലേ, അത് ഇതിലും സന്തോഷമുള്ളൊരു കാര്യം, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഈ ബർത്ത്ഡേ വളരെ സ്പെഷ്യലാണ്. 75ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ, എൻ്റെ 3 പിള്ളേരും ബാംഗ്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. എൻ്റെ സിസ്റ്റർ USA-ലാണ്, അവൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാവരും ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇന്ന് വീട്ടിൽ കൂടാൻ പോവാണ്. സോ ഈ വണ്ടി വന്ന സന്തോഷവും ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷനും ഒന്നിച്ച് നടത്താൻ പോകുന്നു. അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല എൻ്റെ ഫാമിലിയും കൂടിയായ നിങ്ങളുടെ കൂടെ. അപ്പോൾ ഏതായാലും അവിടെ കമ്പനിയിൽ നിന്ന് ആൾ വന്നിരിക്കുകയാണ്. മോൻ അതിൻ്റെ വെൽക്കം കിറ്റ് കൊടുക്കാനും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനും. നമുക്ക് നോർമൽ വണ്ടി കിട്ടിയിട്ട് ഏകദേശം ഒരാഴ്ചയായി. ഞാനാണ് യൂസ് ചെയ്യേണ്ടായിരുന്നത്. ഇന്ന് പുലർച്ചയ്ക്ക് ഇവനെത്തി. അപ്പം തന്നെ പാലക്കാട് കവയിലേക്ക് ഒരു റൈഡിനൊക്കെ പോയി. ഇന്ന് കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ട് വെൽക്കം കിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം, അതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ. XUV 300-ൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ്, 2024 ലേറ്റസ്റ്റ് മോഡലാണ്. ഇതിപ്പോൾ ആകാശും മാൻസിയും അവരുടെ കാറ് ചെക്കൗട്ട് ചെയ്യാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മ്യൂസിക്കാണ്. രണ്ടുപേരും മ്യൂസിക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ ഏതായാലും സൗണ്ട് സിസ്റ്റം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വണ്ടി ബാംഗ്ലൂർ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഒന്ന് പൂജയൊക്കെ ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് അച്ഛനമ്മയുടെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ അതിനു വേണ്ടി ചന്ദനാറിലുള്ള ഗണപതി ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. ആകാശും മാനസി അനിത്യയും അച്ഛൻ അമ്മ ഞാൻ. അങ്ങനെ ഇന്നത്തെ ഒരു ദൗത്യം എന്താ പറഞ്ഞാൽ, അമ്മയ്ക്കുള്ള ഒരു സർപ്രൈസ് കേക്ക് എടുക്കാനാണ്. കുട്ടികൾ അവരുടെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള അവരുടെ കൂടെ പഠിച്ചിരുന്നൊരു കുട്ടിയും അവരുടെ അമ്മയും അതിമനോഹരമായിട്ടുള്ള കേക്ക്സ്, അടിപൊളി കേക്ക്സ് ബേക്ക് ചെയ്യുന്നവരാണ്. അവരുടെ അടുത്ത് സ്പെഷ്യൽ ഓർഡർ കൊടുത്തിട്ട് അമ്മയ്ക്ക് ഇഷ്ടാവുന്ന ഒരു രീതിയിൽ ഒരു സ്പെഷ്യൽ കേക്ക് അവർ എന്താ പറയുക ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് കളക്ട് ചെയ്യാൻ വന്നിരിക്കുകയാണ്. കിട്ടിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം. കേക്ക് ജസ്റ്റ് കളക്ട് ചെയ്തു, കാറിൽ വെച്ചിരിക്കുകയാണ്. നേരെ വീട്ടിലേക്ക് എത്തിച്ചിട്ട് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ജസ്റ്റ് ഈ വിൻഡോയിലൂടെ ഒന്ന് ജസ്റ്റ് കാണിച്ചാണ്. അപ്പോൾ നേരെ നമുക്ക് വീട്ടിലേക്ക് വിടാം. നമ്മുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാ മീൽസും പുറത്തുനിന്നാക്കാന്നാക്കി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു. ഉച്ചയ്ക്ക് അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു റെസ്റ്റോറൻറ്റ് പോകുന്നു. അമ്മ പ്യുവർ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലല്ല, നമ്മൾ ബാക്കിയുള്ളവരൊക്കെ കഴിക്കാൻ വേണ്ടി അമ്മ പറഞ്ഞു
വെജിറ്റേറിയനും നന്നായിട്ട് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും അച്ഛനിപ്പോൾ വരും, അനിയതി ഇപ്പോൾ വരും, പിള്ളേർ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് പോവാം. അപ്പോൾ അതെ, ബർത്ത്ഡേ ഗേൾ റെഡിയാണ്, ഫുൾ റെഡി ആയിട്ട് പുറത്തു പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏതായാലും പ്രൗഡ് ഗ്രാൻഡ് പേരൻസ് പുതിയ വണ്ടിയിൽ തന്നെയാണ് ഹോട്ടലിലേക്ക് പോകുന്നത്. ഈ വണ്ടിയിൽ തന്നെ ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ്. ബർത്ത്ഡേ ഗേളിൽ ഡോറൊക്കെ തുറന്നു കൊടുത്ത് Mansi can get into your car. ഓക്കെ, മാൻസി നമ്മുടെ കൂടിയും അച്ഛൻ ഫ്രണ്ടിലിരിക്കാന്ന് പറയും. അങ്ങനെ പുതിയ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാൻ, എസ്പെഷ്യലി ലേഡീസിന് എല്ലാവർക്കും പേടിയില്ലാതെ ഡ്രൈവ് ചെയ്ത് നോക്കാൻ എത്തിയിരിക്കുന്നത് അതിമനോഹരമായ മലമ്പുഴ റിസർവോയറിൻ്റെ കൂടെ എൻ്റെ അച്ഛൻ്റെ വണ്ടി എടുത്തിട്ടാണ് വന്നത്. മഴക്കാലത്താണെങ്കിൽ ഇവിടെയൊക്കെ നിറയെ വെള്ളമായിരിക്കും. ഇപ്പോൾ അകത്തേക്ക് കണ്ടില്ലേ, നമ്മൾ മാത്രമല്ല ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഫുൾ ഫാമിലി വിത്ത് പുതിയ കാർ എൻ്റെ അച്ഛൻ്റെ കാർ, എൻ്റെ കാർ വീട്ടിലുണ്ട്. അങ്ങനെ അതെ, ബർത്ത്ഡേ ഗേളിന് ഇന്ന് കിട്ടിയ പ്രസൻറ്റാണ്. ഇവരിതാ ഇവിടെ നിൽക്കുന്നത് എല്ലാവരും കൂടി കൊടുത്ത പ്രസൻറ്റാണ്. ഇതാണ് ബർത്ത്ഡേ ഗേൾ ഇന്നത്തെ ബർത്ത്ഡേ ഡ്രസ്. എൻ്റെ വൈഫിൻ്റെ ബുട്ടീക്കിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത സംഭവമാണ്. ഹെബ്ബാർ സാങ്കനിറ്റ്സിൽ ഉണ്ടാക്കിയ ക്രിയേഷനാണ്. അപ്പോൾ ഏതായാലും ഡിന്നറിന് വേണ്ടി പോകാൻ ഇന്നത്തെ എല്ലാ ശാപ്പാടും പുറത്തുനിന്നാണല്ലോ. ഡിന്നർ ഒന്ന് പുറത്തുനിന്നാക്കാൻ പറഞ്ഞിട്ട് ഇന്നത്തെ ഈ അടിപൊളി ഡ്രസ്സിൽ പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന ബർത്ത്ഡേ ഗേളും കൂട്ടി നമുക്ക് പോവാം. അങ്ങനെ നൈറ്റ് ഡ്രൈവിന് പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന പുതിയ കാറും എൻ്റെ മോനും. നൈറ്റിൽ കാണാൻ വേറെ തന്നെ ഒരു ഭംഗിയാണ്. ഇപ്പം പറഞ്ഞ പോലെ ഡബിൾ സെലിബ്രേഷനാണ്. ഈ കാറ് വന്നതിൻ്റെ ഒരു സെലിബ്രേഷനും പിന്നെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ. എല്ലാവരും ഇപ്പോൾ ഇറങ്ങി, നമ്മൾ നേരെ വിടും. ഇന്നത്തെ ഡിന്നർ പ്ലേസിലേക്ക് വന്നു. ഞങ്ങൾ ആദ്യം എത്തി. അവർ വേറെ സ്ഥലത്തും കൂടി പോയിട്ട് വരും പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പോയി സ്ഥലമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ പറയാം. നമ്മൾ 7 ആൾക്കാരുണ്ടല്ലോ, 8 ആൾക്കാർ. അപ്പോൾ അതെ, ബർത്ത്ഡേ ഗേളും അച്ഛനും എത്തി. ബാക്കിൽ തന്നെ പുതിയ കാറിൻ്റെ ആൾക്കാരായ എൻ്റെ മോനും മോൻ്റെ ഫിയാൻസിയും. അങ്ങനെ ഇന്നത്തെ ഷോർട്ട് മീൽസ് എത്തിക്കഴിഞ്ഞു. വിധത്തിലും തരത്തിലുള്ള കൂടുതലും വെജാണ്. അമ്മ വെജിൻ്റെ ആളായതുകൊണ്ട് ഞാൻ ഈ ഷോർട്ട് എടുക്കാൻ വേണ്ടിയില്ല, വെയിറ്റ് ചെയ്യണം. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. ഹെൽപ്പ് യുവർ സെൽഫ്. അങ്ങനെ നമ്മുടെ മെയിൻ കോഴ്സ് എത്തി. ചീസി അൽഫാം, ചില്ലി ചീസ് അൽഫാം. ഹാപ്പി ആയാൾ.
ബാക്കിയുള്ള ഐറ്റംസും എത്തി. അങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക്. ഇന്നത്തെ ദിവസത്തെ ആഘോഷങ്ങൾ ഏകദേശം തീർന്നു. എന്നാലും ഒരു വലിയൊരു ആഘോഷം രാത്രിക്ക് ബാക്കി വെച്ചിരിക്കുകയാണ്. സാധാരണ എല്ലാവരും രാവിലെ ചെയ്യുന്ന ഒരാഘോഷം ഇന്ന് തിരക്കുകൾ കാരണം വൈകുന്നേരത്തേക്ക് വെച്ചിരിക്കുകയാണ്. കേക്ക് കട്ട് അത് വീട്ടിൽ പോയി നടത്താം. അങ്ങനെ ഇതാണ് വർഷരക്ഷ ഡിസൈൻ ചെയ്ത സ്പെഷ്യൽ കേക്ക്. ഹാപ്പി 75th ടു അവർ ക്വീൻ. അതായത് ഇതേ അമ്മ ടീച്ചറാണെന്ന് എല്ലാവർക്കും അറിയാം. അമ്മ പ്രിൻസിപ്പളാണ് ഒരു കിൻഡർ ഗാർഡൻ സ്കൂളിൻ്റെ. അപ്പോൾ ടീച്ചർ ബുക്കൊക്കെ ആയിട്ട് നിൽക്കണോ. ക്വീൻ ആയതുകൊണ്ട് ഒരു ക്രൗൺ ഉണ്ട്. അസലായിട്ട് പാടും അമ്മ. അപ്പോൾ അതെ മ്യൂസിക്കൽ നോട്ട്സ്. അമ്മ അസാധ്യ കുക്കാണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് മാംഗ്ലൂരിയൻ ഡിഷ് ഇതേ പത്രോടെ അതുകൂടി ഉണ്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ജിലേബി, അമ്മ അച്ഛന് വേണ്ടി ജിലേബി എപ്പോഴും ഉണ്ടാക്കും. അപ്പോൾ അതെ ജിലേബി ഉണ്ടാക്കും. അപ്പോൾ അമ്മയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ കേക്കാണ്. അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിരുന്നു. ആക്ച്വലി രാവിലെ കട്ട് ചെയ്യാതെ രാത്രി കട്ട് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. ഈ കേക്ക് ഒന്ന് റെഡിയാക്കി കിട്ടാൻ കുറച്ച് സമയമായി. ഇത് പുറത്തുനിന്ന് ബേക്ക് ചെയ്ത് വന്നു. എന്നിട്ട് ഈ പത്രോടെയൊക്കെ മക്കളാണ്, മുടിയും പത്രോടെയൊക്കെ മക്കളാണ് സെറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. Happy birthday to you. Happy birthday to you. Happy birthday dear Atilonda. Happy birthday to you. May the good Lord bless you. May the good God bless you. Happy birthday dear Ananda. Happy birthday to you. Thank you for a lovely day. May you all made my day so special. I can never thank you enough. This life is super special. അപ്പോൾ പിള്ളേർ പറയുന്നത് അതിൻ്റെ ടീച്ചറാണെന്ന് കണ്ട് അമ്മ അത് കട്ട് ചെയ്യാണ്ടിരിക്കേണ്ട, അമ്മയുടെ സ്റ്റാച്ചു അടക്കം തിന്നാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് ക്വീനിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ, അതായത് മക്കൾ പറയുന്ന പോലെ ഈ വീടിൻ്റെ ക്വീനിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും മോൻ്റെ കാർ വന്നതിൻ്റെ സെലിബ്രേഷനും, മോൻ ആൻഡ് മാൻസി, ആകാശ് ആൻഡ് മാൻസീസ് കാർ സെലിബ്രേഷനും ഇന്ന് രാത്രി അതാ അടുത്ത പ്രസന്റും എത്തി. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ അമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇവിടുത്തെ പ്രസന്റ് ആണെങ്കിലും ഈ ഡ്രസ്സ് അച്ഛൻ്റെ സിസ്റ്റർ റാണി ആൻറ്റി, അവരും നിക്കി, ഇവരെല്ലാവരും കൂടെ അയച്ചു തന്നാണ്. സോ പക്ഷേ ഇന്ന് പ്രത്യേക ഒരു പിങ്ക് ഡ്രസ് ഡേ ആയിട്ട് മാറിയിരിക്കുകയാണ് മൊത്തത്തില്. കേക്ക് പിങ്ക്, അമ്മയ്ക്ക് ഇവിടെ പ്രസന്റ് കിട്ടിയ ഡ്രസ് പിങ്ക്, വന്ന സാരി ഏകദേശം ഒരു പിങ്ക്. അപ്പൊ റാണി ആന്റി, നിക്കി, മിട്ടു, രാമോങ്കൽ, താങ്ക് യു. Thank you so much, everybody. For a lovely day. അങ്ങനെ ഇരട്ടി മധുരം അല്ലെങ്കിൽ ഡബിൾ ഡിലൈറ്റ് എന്ന ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ ഫാമിലിക്ക് ഒരു ഡബിൾ സെലിബ്രേഷൻ തന്നെയായിരുന്നു. ഞാൻ ഓർക്കുന്നത് എൻ്റെ ആദ്യത്തെ സൈക്കിൾ കിട്ടിയപ്പോൾ എൻ്റെ ഒരു സന്തോഷം, 4ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു കുട്ടി സൈക്കിൾ കിട്ടിയപ്പോൾ. 10ാം ക്ലാസ് നല്ല മാർക്കോടെ പാസ്സായി അവർ സൈക്കിൾ വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് അച്ഛനൊരു സൈക്കിൾ വാങ്ങിച്ചു തന്നു, ഒരു ഹീറോ സൈക്കിൾ. അന്നത്തെ സാധാ സൈക്കിളുണ്ട്, ഇന്നത്തെ പോലുള്ള സ്പോർട്ടും കുറേ എന്താ പറയുക ഗിയേഴ്സൊക്കെ ഉള്ള സൈക്കിളല്ല. അത് കഴിഞ്ഞ് MA ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ തന്നെ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തന്നു, കാവസാക്കി ബജാജ് 100cc. ആ സമയത്തൊക്കെ എനിക്ക് കിട്ടിയ സന്തോഷത്തിൻ്റെ ഇരട്ടി സന്തോഷമായിരുന്നു അച്ഛനും അമ്മയ്ക്കും. ഞാൻ എൻ്റെ ആദ്യത്തെ വണ്ടി വാങ്ങിച്ചപ്പോൾ ഓംനി വാന് വാങ്ങിച്ചപ്പോൾ, ഞാൻ ജോലി ചെയ്ത് ആദ്യം വാങ്ങിച്ചത് ഓംനി വാനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വാഗണാർ, പിന്നെ വാഗണാറിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹോണ്ട സിറ്റി വാങ്ങിച്ചത്. ഇതൊക്കെ പറഞ്ഞു വരുന്നത് ജീവിതത്തിൽ സ്വന്തമായിട്ട് നമ്മൾ ഏൺ ചെയ്തിട്ട് ഒരു വണ്ടി വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ സന്തോഷിക്കുന്നത് നമ്മുടെ പേരൻസാണ്. എൻ്റെ അച്ഛനമ്മയുടെ മുഖത്ത് കണ്ട സന്തോഷം അവരെന്തനുഭവിച്ചു എന്നുള്ളത് എൻ്റെ മോൻ ഒരു വണ്ടി വാങ്ങിച്ചപ്പോൾ, എൻ്റെ മോൻ ആദ്യം തന്നെ എന്നെപ്പോലെ എന്താ പറയുക, ഞാൻ ആകെ മോന് വാങ്ങിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കുട്ടി സൈക്കിളാണ്. അതിനുശേഷം എല്ലാ വണ്ടികളും അവൻ ഏൺ ചെയ്തിട്ട് അവൻ തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആദ്യം വാങ്ങിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് ബുള്ളറ്റ്, പിന്നീട് അവൻ വാങ്ങിച്ച് ഇൻ്റർസെപ്റ്റർ 650. അത് വെച്ചിട്ട് അവൻ ലേ ലഡാക്ക് വരെയൊക്കെ ലോങ് റൈഡിന് പോകുന്ന ആളാണ് മോൻ.
അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ XUV 300. ഇതൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലൈഫിൽ ഓരോ നല്ല നിമിഷങ്ങളാണിത്. അതേപോലെ തന്നെ അമ്മ 40 വർഷങ്ങളുടെ ഏറെയായിട്ട് ടീച്ചറാണ്, ഒരു കിൻഡർ ഗാർഡൻ സ്കൂളിൻ്റെ പ്രിൻസിപ്പളാണ്. കുഞ്ഞു കുട്ടികളുടെ കൂടെയാണ് അമ്മ എപ്പോഴും എന്താ പറയുക ജീവിതം ചിലവഴിച്ചിട്ടുള്ളത് കൂടുതൽ നേരവും. എന്താ പറഞ്ഞാൽ അവരെ ഡാൻസ് പഠിപ്പിച്ചും അവരെ ക്ലാസ് എടുപ്പിച്ചിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും പറയും അമ്മയെ കാണാൻ ഇത്രയും ചെറുപ്പം തോന്നുന്നത് ബിക്കോസ് ഈ കുഞ്ഞു കുട്ടികളുടെ കൂടെയാണല്ലോ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത്. അമ്മ ഈ വർഷം റിട്ടയർ ചെയ്യാൻ പോവാണ്. 75 വയസ്സായി. റിട്ടയർ ചെയ്യാൻ പറഞ്ഞാൽ നേരത്തെ ആവേണ്ടതാണ് വയസ്സ് നോക്കുകയാണെങ്കിൽ. പക്ഷേ മറ്റേ അവർ കമ്പനി നടത്തുന്ന സ്കൂളാണ്. അപ്പോൾ അവർ നിൽക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ട് അമ്മ ഇതുവരെ നിന്ന്. അമ്മ പറഞ്ഞു ഇനി കുറച്ചൊന്ന് റിലാക്സ് ചെയ്യണം, ഫാമിലിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മയുടെ ബർത്ത്ഡേ, അപ്പോൾ ഈ 75ാം ബർത്ത്ഡേ അമ്മയ്ക്ക് വളരെ സ്പെഷ്യലായിരുന്നു. ബിക്കോസ് പേരക്കുട്ടി പുതിയ വണ്ടി വാങ്ങുന്നു, എല്ലാവരും എത്തുന്നു. എൻ്റെ സിസ്റ്റർ USA-ലാണ്, അവൾക്ക് എത്താൻ പറ്റിയില്ല. അവൾ വീഡിയോ കോളിൽ വന്നിട്ട് സംസാരിച്ചു, അമ്മയെ വിഷ് ചെയ്തു. നമ്മളെല്ലാവരും കൂടെ എത്തുന്നു. ഒരു ദിവസം മുഴുവനല്ല, കുറച്ച് ദിവസങ്ങൾ കൂടെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാവരുടെ ജീവിതത്തിലും ഇതുപോലുള്ള കൊച്ചും വലുതുമായിട്ടുള്ള സന്തോഷങ്ങൾ എപ്പോഴും ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ ആ സന്തോഷം വർദ്ധിക്കുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഡബിൾ ഡിലൈറ്റ് അല്ലെങ്കിൽ ഇരട്ടി മധുരം എന്നുള്ള ഈ ഒരു എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ വ്ളോഗ് ഫോളോ ചെയ്യുന്നവരും എൻ്റെ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ എൻ്റെ വ്ളോഗിലൂടെ എൻ്റെ അഭിനയ ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ പേഴ്സണലായിട്ടുള്ള ലൈഫിലുണ്ടാകുന്ന നല്ല കാര്യങ്ങൾ, ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കും കുറച്ച് സന്തോഷം തരുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതുവരെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇനി മുന്നോട്ടും അങ്ങനെ തന്നെയായിരിക്കും. സോ ഈ എപ്പിസോഡോട് അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കീപ് സപ്പോർട്ടിങ് രാജേഷ് അബ്ബാർസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. കീപ് വാച്ചിങ് മീ. ലവ് യു ആൾ.